ക്രേസി സ്പൈഡി ഗോൾ ഫ്രം ദ ജൂലിയൻ ആൽവാരസ്. ആ ഒരു ലെവൽ ആൾ കാണിച്ചു തന്നു. ആളുടെ പെർഫോമൻസ് ഒക്കെ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നായിരുന്നു. പക്ഷെ ആ ഒരു ഗോളിലൂടെ ടീമിന് ആ ഒരു വിക്ടറി എക്സ്ട്രാ ടൈമിൽ പുള്ളി നേടിക്കൊടുത്തു എന്നുള്ളതാണ്. ഇറ്റ്സ് കെയർഫുൾ, ഇറ്റ്സ് അവർ ഹീറോ. ആളുടെ പെർഫോമൻസ് കിടിലനാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്പൈഡി പെർഫോമൻസ് ആള് കാഴ്ചവെച്ച് തിരിച്ചു വന്നു എന്നുള്ളതാണ്. കാരണം അത്രയും കിടിലിനൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. അത് മാത്രമല്ല, ആ ഗോൾ എടുത്തു പറഞ്ഞ ആളുടെ ഫസ്റ്റ് ടച്ചും ആ ബോൾ നോക്കിയിട്ടുള്ള ആളുടെ ഒരു കേളും ടോട്ടലി എന്താ പറയുക, ഒരു ബ്ലാസ്റ്റ് ആയിരുന്നു വേണമെങ്കിൽ പറയാം. എല്ലാ ഫാൻസും ഒന്ന് കോരിത്തരിച്ചിട്ടുണ്ടാവും. കാരണം അതുപോലത്തെ ഒരു ഗോളാണ് സ്പൈഡിയുടെ കയ്യിൽ നിന്ന് വന്നത്. സോ വന്നവരെല്ലാവരും ഇപ്പൊ തിരിച്ചു പോകാൻ തുടങ്ങി. പക്ഷെ ഒരാൾ മാത്രം ഇപ്പൊ നിലവിൽ സെമി ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, തലപുകഞ്ഞ മാച്ചുകളാണ് ഇപ്പോൾ വരുന്നത്. മെസ്സിയുടെ ഭാഗത്തു നിന്നായിരുന്നു ആ ഒരു അസിസ്റ്റും ആ ഒരു കോർണറിൽ നിന്നാണ് നിലവിൽ ആ ഒരു അസിസ്റ്റ് വന്നത്. മാക്കലിസ്റ്ററിനും കൊടുത്തത്. ആളൊരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ പ്രായത്തിലും ഒരു മാറ്റമില്ലെന്നുള്ളതാണ്. അങ്ങനെ ഒരു 3-1 ഒരു വിക്ടറി, കിടിലൻ വിക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടതാണ്, ഇങ്ങനൊരു ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടും. സോ ഇറ്റ്സ് ക്രേസി. എംബോളോ വെറുതെ നശിപ്പിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കളി. മൊമെന്റം എല്ലാം നിലവിൽ സ്വിറ്റ്സർലാൻഡിന് കറക്റ്റായിട്ട് വന്നതാണ്. പക്ഷെ ആ ഒരു ഇൻസിഡന്റിന് കഴിഞ്ഞതിന് ശേഷം ആ ഒരു യെല്ലോ കാർഡ് തിരിഞ്ഞെന്നുള്ളതാണ്. പാരഡൈസിന് കിട്ടിയത് ആ ഒരു എന്താ പറയുക, ഒരു അഭിനയിച്ചത് പോലെയായിരുന്നു. അഭിനയം തന്നെയാണ്, അത് തിരിഞ്ഞു കുത്തി റെഡ് കാർഡായിട്ട് മാറി. അങ്ങനെ ടോട്ടലി അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു മൊമെന്റം പോയി. ബ്രാച്ചുവൽ ഫാൻസ് എന്തായാലും അതൊക്കെ കണ്ടൊന്നു പേടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എംബോളോടെ ക്രൈം മൂവ്മെന്റ് ഒക്കെ എല്ലാവരും കണ്ടാണ്. പക്ഷെ ഇറ്റ്സ് എന്താ പറയാ, ഒട്ടും വേസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. അത് അർജന്റീന ഫാൻസിന് അത്രയും ഗുണം ചെയ്തു. ലിസാൻഡ്രോന്റെ ഈ സേവും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടാണ്. ആളൊരു കിടിലൻ പ്ലെയർ ആണ്. വന്ന് ആ ടാക്കിൾ എടുത്തതും എന്താ പറയാ, ഇതൊക്കെ ഒരു മൂവ്മെന്റ് ആയിരുന്നു വേണമെങ്കിൽ പറയാം. ആള് ടീമിന് വേണ്ടി അത്രയും ചത്ത് കളിക്കുന്നുണ്ട്, ഗോൾ അടിക്കുക തന്നെയാണെങ്കിലും എല്ലാത്തിനും. അതുപോലെ തന്നെ എമിലിയാനോ മാർട്ടിൻസിന്റെ ഭാഗത്തുനിന്നും ഒരു അനദർ കിടിലൻ പെർഫോമൻസ് വന്നിട്ടുണ്ട്. ആള് വേസ്റ്റ് ആയിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ, പക്ഷെ എപ്പോഴൊക്കെയാണോ ആവശ്യം വന്നത് ആ ഒരു ടൈമിൽ ആൾ എത്തിയെന്നുള്ളതാണ്. ഒരു മാസ്റ്റർ ക്ലാസ് തന്നെ. 4 സേവ് എന്തോ കിടിലൻ ഷോട്ടുകൾ പുള്ളി സേവ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നിലവിൽ ഇംഗ്ലണ്ട് ഫാൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് ചില ടീമുകൾ. അങ്ങനെ അർജന്റീന ഫാൻസിന് എന്തായാലും സുഖമായിട്ട് കിടന്നുറങ്ങാം. അടുത്ത കളി അവർ നേരിടുന്നത് ഇംഗ്ലണ്ടിന്റെയാണ്. സോ ഇറ്റ്സ് ബെല്ലിംഗ്ഹാം ഡേ ആയിരുന്നു. ആളുടെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് നിലവിൽ ഈ ഒരു വേൾഡ് കപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും കിടിലൻ പ്ലെയർ ആണ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട. ആ ഒരു ഗോളിന് ശേഷം പുള്ളിക്കെതിരെ വന്ന ആ സെലിബ്രേഷൻ പുള്ളി അതൊരു പേഴ്സണലായിട്ട് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഗോള് നമുക്കറിയാം, ആ ഒരു എന്താ പറയുക, ഒരു ക്ലാസ്സി നമ്പർ 9 അടിക്കുന്ന പോലത്തെ ഗോളായിരുന്നു. ആ ഒരു ബോക്സിൽ കയറി 2-3 പേരെ കട്ട് ചെയ്ത് ആളെ ഒരു ലെഫ്റ്റ് ഫുട്ടിനാണ് ആ ഒരു ഫിനിഷ് എടുത്തത്. അത്രയും ഒരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു. ആ ഒരു ഗോളിലുണ്ട് പുള്ളിയുടെ ക്വാളിറ്റി, വർക്ക് റേറ്റ് എല്ലാം. പുള്ളി ടീമിന് വേണ്ടി ചത്ത് കളിക്കുന്നുണ്ട്. അസിസ്റ്റ് ആണെങ്കിലും ഗോളിലും പുള്ളി ഇപ്പൊ ടോപ്പ് 2-ലും 3-ലൊക്കെ എത്തിയിട്ടുണ്ട്. സോ അത്രയും കിടിലൻ പെർഫോമൻസ് ആണ് ആളുടെ. ആ ഒരു ഗോളിൽ നിന്നാണ് ആ ഒരു വിജയം വന്നത്. 2 ഗോള് പുള്ളി അടിച്ചെന്ന് വെച്ച് ബാക്ക് ടു ബാക്ക് ആള് മാൻ ഓഫ് ദ മാച്ച് മേടിക്കുന്നുണ്ട്. ഒരു കിടിലൻ പെർഫോമൻസ് ആണ് ആൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ ഒരു വേൾഡ് കപ്പിൽ. ഇപ്പൊ നിലവിൽ 4-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതും ഒരു മിഡ്ഫീൽഡർ ആണെന്ന് എല്ലാവരും ഓർക്കണം. ക്രിയേറ്റിവിറ്റി ആണെങ്കിലും എല്ലാം ടോപ്പ് തന്നെയാണ്. ഈ ഒരു സോളോത്തിന് പാസ് ചെയ്യാൻ കിട്ടിയ ചാൻസ് ഒരു ക്രൂവാലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഹാലൻഡ് ഇംഗ്ലണ്ടിനെതിരെ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് പൂട്ടി. പക്ഷെ ആ ഒരു ഗോൾ അടിച്ചത് അവരുടെ സ്ട്രൈക്കർ ഷെർപ്പോ എന്തോ, എനിക്ക് തോന്നുന്നു ആളുടെ കിടിലൊരു ഗോളായിരുന്നു. ആളൊരു ക്രോസ് ആണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ അത്യാവശ്യം കിടിലിനായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത്. ഹാലൻഡിന് എന്തായാലും ഇതൊരു നിരാശ തന്നെ ആയിരിക്കും. കാരണം ആളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും നോർവേക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയില്ല പുള്ളിക്ക്.